വേദിയിലിരിക്കുന്ന പൂജനീയ ഗുരുതുല്യരായ സന്യാസികളെ, ഈ തിരുവനന്തപുരത്തിൻ്റെ പത്മനാഭദാസ, നമ്മളെല്ലാം പത്മനാഭദാസ എന്നൊക്കെ ആക്കി തീർത്ത ആരാധന കുടുംബത്തിലെ അശ്വതി നാൾ മുതൽ നമ്മൾ തിരുവനന്തപുരത്തിൻ്റെ റാണി ലക്ഷ്മിബായി എന്നൊക്കെ ഞാൻ കാണുന്ന ശ്രീ റാണി മോഹൻദാസ് ചേച്ചി സദസ്സിലും അതേപോലെ ഗുരുതുല്യരായിട്ടുള്ള ആൾക്കാരാണ് ഇന്നിവിടെ തിരുവനന്തപുരത്ത് കൂടിയിരിക്കുന്നത്. ഇത് 12ാമത് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം എന്നൊക്കെ പറയുമ്പോൾ സ്വാമി തുടങ്ങി വെച്ചതായിട്ടുള്ള ചില കാര്യങ്ങൾ നാം മുന്നോട്ട് പോകുന്നു. സത്യാനന്ദ സരസ്വതി എന്നത് ആർക്കും അറിഞ്ഞൂടാത്ത ഒരു വ്യക്തിയായിട്ടാണെന്ന് മാറിക്കൊണ്ടിരിക്കുന്നത്. ദാവൂദ് ഇബ്രാഹിം ആണെന്ന് കേട്ടാൽ ലോകത്തിലെ എല്ലാവരും കൊച്ചുകുട്ടികൾക്കൊക്കെ അറിയാം. കാരണം അവരെല്ലാം രാജ്യദ്രോഹത്തിനും ഹിന്ദു നാശത്തിനും ഗുണ്ടായുസവും കൊലയും ചെയ്ത് പെട്ടെന്ന് അവർ ഫേമസായി. ഒരു സ്വാമിയും ഒരു രാജഭരണവും ഒരു കുടുംബമൊക്കെ ഫേമസ് ആവുക എന്ന് പറയുമ്പം ആ ജീവിതം മൊത്തം ജീവിച്ചാൽ പോലും കിട്ടാത്ത സത്യാനന്ദ സരസ്വതി എന്നുള്ള ആ ഗുരു, അദ്ദേഹത്തിന് കുറെ കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു. അദ്ദേഹം കാരണമാണെന്ന് ശബരിമല ഉണ്ടെന്നും ശംഖുമുഖം ഉണ്ടെന്നും ഒക്കെ നമ്മൾ പറഞ്ഞാൽ അത് അനീതിയാണ്, കേരളത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്തതാണ്. കാരണം നമ്മളെ പഠിപ്പിക്കുന്നതൊക്കെ ഗണപതി മിത്താണെന്ന് പറഞ്ഞ അദ്ദേഹത്തിന് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഹിന്ദു സമുദായത്തെയും ഹിന്ദുവിനെയും എങ്ങനെയൊക്കെ ചെളിവാരി തേക്കുകയോ ചാണവെള്ളം തൊടിക്കുകയൊക്കെ ചെയ്താൽ ഈ കേരളത്തിൽ രാഷ്ട്രീയ നിലനിൽപ്പുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് ഈ നാട്ടിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കെല്ലാം ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഹിന്ദുത്വത്തെ ഇല്ലാതാക്കുക. ഹിന്ദു എന്ന് പറഞ്ഞാൽ അതൊരു തീവ്രവാദി സംഘടനയാണ്. രാഷ്ട്രീയത്തിൽ ചേർന്നാൽ അവൻ കുറിയിടുന്നവനാണെങ്കിൽ കുറി മാറ്റണം. ദേവസ്വത്തിന്റെ മിനിസ്റ്റർ ആയാൽ അതിന്റെ മുന്നിൽ കുറിയും തീർത്ഥമൊക്കെ കഴിച്ചിരുന്നതാണെങ്കിൽ അവിടെ കയ്യും കെട്ടി ആ തീർത്ഥത്തെ സാനിറ്റൈസർ ആയിട്ടൊക്കെ യൂസ് ചെയ്യണം. ഇതൊക്കെയാണ് ഇന്ന് നടക്കുന്നതും ഇന്ന് രാഷ്ട്രീയം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പറയുമ്പോൾ ഇതാണ് നവകേരളമെന്നും ഇത് മാറ്റത്തിന്റെ തുടക്കമാണെന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥ മാറ്റം എന്താണ്, യാഥാർത്ഥ്യം എന്താണ്? നമ്മൾ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, എന്താണ് ധർമ്മം ഇല്ലാതാവും. അന്നൊക്കെ ജനിക്കും ആരെങ്കിലും ദൈവത്തിന്റെ ആളായിട്ട് അവനെ നാശം ചെയ്യുവാൻ വേണ്ടിയിട്ട്. ഇന്ന് അവരുടെ നാശത്തിന്റെ ദിവസങ്ങളാണ് എണ്ണിക്കൊണ്ടിരിക്കുന്നത്. ഹിന്ദുവിനെ ചൊറിയുക എന്ന് പറയുമ്പോൾ ഹിന്ദു ഉണർന്നാൽ അത് എന്താവും എന്നുള്ള ചരിത്രങ്ങൾ അറിയാം. അത് ഇന്ന് ഇന്ത്യ കാണുകയാണ്. ശ്രീരാമ ക്ഷേത്രം അയോധ്യയിൽ വരുമ്പോൾ ലോകം അറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും ധനികരായിട്ടുള്ള ഏത് റിച്ച് ടെമ്പിൾ എന്ന് കേട്ടാ ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ. ശ്രീ പത്മനാഭന്റെ മണ്ണിൽ നിന്ന് പത്മനാഭദാസനായിട്ട് ജീവിക്കുവാനും ഈ പത്മനാഭന്റെ നാട്ടിലെ ആളാണെന്നൊക്കെ പറയുമ്പോഴുള്ള അഭിമാനവും നാം തിരിച്ചറിയുന്നില്ല. ഇതാണ് യാഥാർത്ഥ്യം. ഇലക്ഷൻ നിന്നപ്പോൾ പലരും പ്രചരിപ്പിച്ചത് കുമ്മനം രാജശേഖരൻ ഹിന്ദുത്വ തീവ്രവാദിയാണ്, മാറാട്ട് കൊലക്കേസിൽ അദ്ദേഹമാണ് നേതൃത്വം നൽകി. ഇതൊക്കെയാണ് തെറ്റായിട്ടുള്ള പ്രചരണം നടത്തുമ്പോൾ അവരുടെ പിന്നിൽ നിന്ന് അത് ഏറ്റു പറയുന്നത് നമ്മളാണ്. ഒരു ഹിന്ദു സന്യാസിയെ ലിംഗം കഷ്ടിച്ചു എന്നുള്ളതിൽ ഒരു സന്യാസി ആ ചെയ്ത സ്ത്രീക്ക് ഭാരതരത്നം കൊടുക്കുവാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇറങ്ങി തിരിച്ചു. അതിന്റെ കൂടെ നമ്മളുടെ പല
സന്യാസിമാരും നമ്മൾ പല ആശ്രമങ്ങളൊക്കെ ഇതിന്റെ പേരിൽ ആക്രമിക്കപ്പെട്ടു. ഇതൊക്കെ യാഥാർത്ഥ്യം. അതിന്റെ ചികിത്സയായിട്ട് നമ്മൾ ആരും ശബ്ദിച്ചില്ല. ഇതൊക്കെയാണ്. ഒരു പഴയ ദേവസ്വം മിനിസ്റ്റർ എന്റെ കൂടെ നിന്ന് ശംഖുമുഖത്ത് തീർത്ഥവും മേടിച്ച് കുറിയും ഇട്ട് തൊഴുത് നിന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് പ്രസംഗിച്ചു. എന്റെ അമ്മയാണ് കൈപിടിച്ച് ഈ ക്ഷേത്രത്തിലൊക്കെ കൊണ്ടുവന്നതൊക്കെ. അദ്ദേഹം കുറെ വർഷം കഴിഞ്ഞപ്പോൾ ഇനി ഒരാള് ക്ഷേത്രത്തിൽ തൊഴാൻ പോയപ്പോ അദ്ദേഹത്തിന്റെയും കൈ പിടിച്ച് താഴ്ത്തുന്നത് കണ്ടു. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ നമ്മളെ ഇല്ലാതാക്കി ഇവിടെ രാഷ്ട്രീയം കളിക്കുന്നു. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്, മാറ്റേണ്ടത്. ഞാൻ എന്റെ MMTയുടെ ആൾക്കാരോട് പറഞ്ഞു, നമ്മളാണ് മുന്നിൽ. ഭാരതം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സപ്പോർട്ടുള്ള ഒരു ചാനലാണ്. നമ്മളാണ് സത്യം എന്താണെന്ന് ലോകത്തിന് അറിയിച്ചു കൊടുക്കുന്നത്. ലോകത്തെ എല്ലാ മലയാളികളും കാണുന്ന ചാനൽ എന്ന് കേട്ടാൽ ജനം TV ആണ്. അത് സത്യമേ പറയുള്ളൂ. അത് ആരിൽ നിന്ന് പൈസ മേടിച്ച് ആരെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്യാനോ അസത്യങ്ങൾ പറയുവാനോ അത് പഠിപ്പിച്ചിട്ടില്ല. കാരണം അതെല്ലാം സനാതന ധർമ്മത്തിൽപ്പെട്ടവരാണ്. ഇതെല്ലാം ഇതിൽ പ്രവർത്തിക്കുന്നതെല്ലാം അതിൽ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് സനാതന ധർമ്മം മാത്രം അതിൽ വിശ്വസിക്കുന്നവർ മാത്രം ഇവിടെ ജീവിച്ചാൽ പോരാ. ബാക്കിയൊന്നും ജീവിക്കുന്നില്ല. അവരുടെ കൂടെ ജീവിക്കുമ്പോഴാണ് ബാക്കിയുള്ളവർ സന്തോഷമായിട്ട് ജീവിക്കുന്നത്. അത് നമ്മളെ നാട് തെളിയിച്ചു കൊടുത്തതാണ്. അതിനെ ഇല്ലാതാക്കുക, ചെയ്യുക. ചിലരുടെ സമുദായങ്ങളുടെ ഉന്നതിയിൽ ഓരോരുത്തർ ഇരുന്നിട്ട് അവരാണ് അഭിപ്രായം പറയേണ്ടത്. ഹിന്ദു എന്താണ്, ഹിന്ദു ആർക്ക് വേണം, ഇതാണ് തെറ്റ്. നമ്മൾ സത്യം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം, എന്റെ കർത്തവ്യം എന്താണ്, അത് മൃഗങ്ങളെ പോലെ പോരാ. ജനിച്ചു വളർന്ന് മക്കളുണ്ടാക്കി പിന്നെ വയസ്സായി മരിക്കുകയല്ല. നമ്മളെ ഈ നാട്ടില് 85 വയസ്സായിട്ടുള്ള ഒരു മനുഷ്യൻ ഒരു മാവിൻ തൈ വയ്ക്കുമ്പോൾ കേട്ടു. നിങ്ങൾ എന്തിനാണ് ഈ മാവിൻ തൈ 85 വയസ്സിൽ വയ്ക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞാണ്, ഞാൻ ഇതുവരെ തിന്ന മാങ്ങകളെല്ലാം ആരോ മുമ്പേ ആരൊക്കെ ചെയ്തിട്ട് പോയതാണ് മാവും. അതേപോലെ ഇനി വരുന്ന തലമുറ അത് നമ്മളെ എങ്ങനെയാണ് നമ്മളുടെ വിശ്വാസങ്ങളെയും നമ്മൾ അമ്മമാരും അമ്മൂമ്മമാരും തെറ്റ് ചെയ്യുമ്പോൾ തിരുത്തി നമ്മളെ വിശ്വാസത്തെ നിലനിർത്തി നീ എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞു. അത് കൂടുതലായിട്ട് ശാന്ത സ്വഭാവം നമ്മളിൽ വന്നു. ഇതൊക്കെയാണ്. അത് മാറി വരുമ്പോൾ അത് ശ്രീരാമനും കൃഷ്ണനും എല്ലാം ശാന്ത സ്വഭാവങ്ങളായിരുന്നു. പക്ഷേ ധർമ്മം സംരക്ഷിക്കേണ്ടി വരുമ്പോൾ നമ്മളുടെ ദൈവങ്ങളെല്ലാം ആയുധധാരികളായിരുന്നു. നമ്മളും ആയുധം എടുക്കേണ്ടി വരും. നമ്മളിന്ന് ആരെയും ഉപദ്രവിച്ചും ആരെ രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചും ആരെ വിശ്വാസത്തെ ഇല്ലാതാക്കിയും നമ്മൾ ജീവിച്ചിട്ടില്ല. ഒരു ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞ് എന്റെ വാക്കുകൾ നിർത്താം. കഴിഞ്ഞ മാസം കവടിയാറിലേക്ക് ഞാൻ അവിടെ ചായ കുടിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് 10 രൂപയ്ക്ക് ചായ കിട്ടുന്നത്. പെട്ടെന്ന് കിട്ടും, നല്ല ചായ ആയിരിക്കും. ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു കാറിലൊരു വ്യക്തി വന്നിട്ട് എന്നെ വന്ന് തൊഴിൽ പറഞ്ഞു, സാറിന്റെ എന്നെ മനസ്സിലാകും. പറഞ്ഞാൽ എനിക്കറിയില്ല സാർ, ഞാൻ എന്റെ ഉദയസമുദ്രയില് 2 വർഷം ഫ്രണ്ട് ഓഫീസ് മാനേജറായിട്ട് വർക്ക് ചെയ്തു. മാനേജറായിട്ടില്ല, ഇവർ ആയിരിക്കാം. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ ഫാദറാണ്. ഓ അത് ശരി, കല്യാണമൊക്കെ കഴിഞ്ഞു, ഇപ്പൊ അച്ഛനൊക്കെ അല്ല. ഞാൻ പള്ളിയിലെ ഫാദറാണ്. ഒന്നും കാണുന്നില്ല. പക്ഷെ നിന്റെ പേര് ഹിന്ദു അല്ലേ? നിന്റെ പേര് ഹിന്ദു ആണ്, എനിക്കറിയാം. അതെ സാറേ, എനിക്ക് നല്ല ഓഫർ കിട്ടി. എനിക്ക് അവിടെ കിട്ടുന്നതിനേക്കാളും 20,000 രൂപ മാസം കൂടുതലും വണ്ടിയും താമസവും സൗകര്യമൊക്കെ കിട്ടും. ഞങ്ങളെ പോലെ അയൽവാസിയെ സ്നേഹിക്കണമെന്നൊക്കെ പഠിപ്പിക്കുന്നവര് അതല്ല ചെയ്യുന്നത്. അവര് ചെയ്യുന്നത് നമ്മളെ മൂക്കുവണ്ണങ്ങളെല്ലാം പണയം വാങ്ങിച്ചു അതിലേക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തു നമ്മളുടെ സത്വം നമ്മളായിട്ടുള്ള ലവ് ജിഹാദൊക്കെ നടത്തി എല്ലാം അവരുടെ രീതിയിൽ മാറ്റണം. ഇതൊരു മുസ്ലിം രാഷ്ട്രമാവണോ ഒരു ഹിന്ദു ക്രിസ്ത്യൻ രാഷ്ട്രമാവണോ എന്നുള്ളതാണ് ഈ കേരളത്തെ ഒരു രാഷ്ട്രമായിട്ട് കണ്ട് മാറി മാറി പ്രവർത്തിക്കുന്ന ഒരു ദിവസങ്ങളാണ്. ഇനി ഒരു കാശ്മീരിലേക്ക് പോവാതെ കേരളത്തെ സംരക്ഷിക്കേണ്ട നമ്മളുടെ കടമകളാണ്. ഈ നാട് വിട്ട് പലരും വെളിയിൽ പോയാൽ തിരിച്ചു വരാറില്ല. കാരണം നാട്ടിലെ സൗകര്യങ്ങളും ബുദ്ധിമുട്ടുകളും ഈ ബുദ്ധിമുട്ടുകൾ ഇവിടെ ഉണ്ടാക്കുന്നതാണ്. ലോകത്തിലെ ഏറ്റവും തൊഴിൽ സാധ്യതയുള്ള ഈ നാട്ടിനെ തൊഴിലാളി നാട്ടിൽ ലേബർ സപ്ലൈ ചെയ്യുന്ന ഏറ്റവും നല്ല ലേബർ സപ്ലൈ ചെയ്യുന്ന നാടാക്കി മാറ്റി പലരും ഈ രാഷ്ട്രീയ പാർട്ടിയുടെ ചില മക്കളെയൊക്കെ ഞാൻ കണ്ട് എൻ്റെ കൂടെ ഒരിക്കൽ ബോംബെയിൽ വന്നപ്പോൾ മോനെ നീ എന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞ് എന്നോട് പറയാണ് ഞാൻ ബോംബെയിൽ ഓഫീസുണ്ട് സാർ ചേട്ടാ, റിക്രൂട്ട്മെന്റിനാണ്. എന്താ റിക്രൂട്ട്മെന്റ്? അത്
വെളിനാട്ടിലേക്ക്, ഗൾഫ് കൺട്രിയിലേക്കുള്ള തൊഴിലാളികളെ സപ്ലൈ ചെയ്യുന്നത് എന്റെ കമ്പനിയാണ്. എന്നിട്ട് പറയാണ് ഇപ്പൊ UP ബീഹാറിൽ നിന്ന് ആളുകളൊന്നും വരുന്നില്ല, വലിയ ബുദ്ധിമുട്ടാണ്, കുറച്ചേ ഉള്ളൂ, അത് മലയാളികൾ മാത്രമാണ്. അത് മനസ്സിലാക്കേണ്ടതാണ്. UP ബീഹാറും ഒക്കെ മാറിയെങ്കിലും കേരളം മാറിയിട്ടില്ല എന്നുള്ളത്.